തിരുവല്ല നസ്രത്ത് കോളേജ് ഓഫ് ഫാർമസിയുടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു 3 നില ബിൽഡിങ്ങിന്റെ മുകളിലിരിക്കുന്ന ഒരു സോളാർ പാനൽ നിങ്ങൾക്ക് കാണാം. 10 വർഷം മുമ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പോൾ ഇതിന്റെ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ കംപ്ലൈന്റ് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 5 കിലോ വാട്ടിന്റെ ഇൻവെർട്ടറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ 5 കിലോ വാട്ടിന്റെ ലിഥിയം ബാറ്ററി. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇതിനെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഈ ഒരു സൈറ്റിൽ എടുത്തിരിക്കുന്നത് 5 കിലോ വാട്ടിന്റെ ഹൈബ്രിഡ് ഇൻവെർട്ടറാണ്. അപ്പോൾ ഇത് യൂറ്റിൽ സോളാറിന്റെ 5 കിലോ വാട്ടുള്ള സോളാർ പി സി ആണ്. അത്യാവശ്യം നമുക്ക് നല്ലൊരു ലോഡൊക്കെ കൊടുക്കാവുന്ന ഒരു സിസ്റ്റമാണ്. കാരണം ഈ ഒരു ബിൽഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഓഫീസിനകത്ത് പല പല മെഷീനറി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ലോഡുകളൊക്കെ ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു 5 കിലോ വാട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജ്, ഫ്രീസർ, അതുപോലെ തന്നെ പ്രിന്റർ, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ഓഫീസും ആണ്. അത് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എക്യുപ്മെന്റ്സും മെഷീനറിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്ത സമയത്ത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് 5 കിലോ വാട്ടിന്റെ ഇൻവെർട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കംപ്ലൈന്റ് ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു UTLന്റെ സിസ്റ്റം അവർക്ക് നമ്മൾ സജഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു UTLന്റെ ഇത് കണ്ടില്ലേ, 5048 ഇതാണ് ഇതിന്റെ VOC എന്ന് പറഞ്ഞാൽ 195 ആണ് VOC വരുന്നത്. അത്യാവശ്യം നല്ല ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി 5 കിലോ വാട്ടിന്റെ 51.2ന്റെ ലിഥിയം ബാറ്ററിയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു ബാറ്ററിയും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ആ ഒരു പൊസിഷനിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ ഉള്ള ലിഥിയം ബാറ്ററി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ബാറ്ററിയുടെ കേബിള്, ബാറ്ററി പ്രൊട്ടക്ഷന്, അതുപോലെ ഗ്രിഡിന്റെ പ്രൊട്ടക്ഷന്, അങ്ങനെയുള്ള കാര്യങ്ങൾ MCB ഒക്കെ ബാക്ക് സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കണക്ടേഴ്സ് ആണ് വരുന്നത്. ഇതിനകത്തൊക്കെ എർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടർ. അപ്പോൾ അടുത്ത പാക്കറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയാണ്, ലിഥിയം ബാറ്ററി. ഇതാണ് 5 കിലോ വാട്ടിന്റെ നമ്മുടെ UTLന്റെ ലിഥിയം ബാറ്ററി വരുന്നത്. ഫ്രഷ് പാക്കറ്റ് പൊട്ടിക്കുമ്പോൾ ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ. പ്ലാസ്റ്റിക് കവറിലാണ് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് റാപ്പ് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബാറ്ററി പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതാണ് അതിന്റെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. നോക്കണം, ജസ്റ്റ് നമ്മൾ BMS ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് BMSനകത്ത് കാണിക്കുന്ന ആ സെല്ലിന്റെ വോൾട്ടേജും കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണാം. ഫുള്ളി ചാർജിലായിരിക്കത്തില്ല. ഇപ്പോൾ ഇത് SOC വന്നിട്ട് നമുക്ക് 49% ഇതിനകത്ത് കാണിക്കുന്നത്. 52.7 വോൾട്ട്. ഇതാണ് അതിന്റെ ഒരു സെല്ലിന്റെ വോൾട്ടേജ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സെല്ലിന്റെ വോൾട്ടേജ് ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 16 സെല്ലാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഓരോ സെല്ലിന് നമുക്ക് എത്ര വോൾട്ടേജ് ഉണ്ടെന്നുള്ളത് ഇതിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് കാണാം. 9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ നമുക്ക് 16 വരെയുള്ള. അപ്പോൾ ഓരോ സെല്ലിന്റെ വോൾട്ടേജും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ബാറ്ററിയുടെ ഒക്കെ സെല്ലിന്റെ വോൾട്ടേജ് അറിയണമെന്നുണ്ടെങ്കിൽ എൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻവെർട്ടറിന്റെ മുകളിൽ തന്നെയാണ് ഈ ബാറ്ററി സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇൻവെർട്ടറും ബാറ്ററി ആയിട്ട് ബോഡിയിൽ മറ്റു രീതിയിലുള്ള ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇതിനടിയിൽ യൂഫോം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു ഓഫീസിൽ നമുക്ക് ഇതിനു വേണ്ടി സ്ഥലം കുറവായതുകൊണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ബാറ്ററിയൊക്കെ നമുക്ക് തൂക്കിയിടാനോ അല്ലെന്നുണ്ടെങ്കിൽ വെക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇൻവെർട്ടർ നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി വരുമ്പോൾ ഡിസ്പ്ലേയിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ. സ്ക്രോൾ ചെയ്ത് കണ്ടോണം. ഇത് ഓൺ ആക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ LED ലൈറ്റുകളൊക്കെ ഇടത് സൈഡിൽ വർക്ക് ചെയ്ത് കാണുകയുള്ളൂ. ജസ്റ്റ് ഇത് ചാലു ആക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന ആ ഒരു ഓപ്ഷൻസ്, പിന്നെ റീസെറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻവെർട്ടർ ഓൺ ആയിട്ട് വരും. അപ്പം നമ്മുടെ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഡിസ്പ്ലേ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കാണുന്നത്. അപ്പോൾ ഇതിന്റെ സോളാർ PC നമുക്ക് പാനൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വോൾട്ടേജ് കിട്ടുന്നുണ്ട്, എത്ര ഉപയോഗങ്ങൾ, ബാറ്ററി നമുക്ക് ഫുൾ ആവണം. ഇപ്പോൾ ഇവിടെ നമുക്ക് PCU മോഡുണ്ട്, സ്മാർട്ട് മോഡുണ്ട്, ഹൈബ്രിഡ് മോഡുണ്ട്. നമുക്ക് 3 മോഡുകളാണ് ഈ ഒരു സിസ്റ്റത്തിന് വരുന്നത്. അപ്പോൾ നമുക്ക് PCU മോഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കറണ്ട് ചാർജ് ലാഭിക്കാനായിട്ട് സാധിക്കും. കാരണം ബാറ്ററിയിൽ ഊർജ്ജം കുറേ കൂടെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് റൺ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാറ്ററിയും ഇൻവെർട്ടറും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചാർജിങ് കാര്യങ്ങളൊക്കെ നമ്മൾ KSEB ഓഫ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ മഴ പെയ്യുന്ന സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ KSEB ചാർജിങ് ഓൺ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഇതിനകത്ത് മൈക്രോവേവ് സ്വിച്ച് ടൈപ്പുകളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അതിനകത്തൂടെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കറണ്ട് ഓഫ് ചെയ്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത് പറഞ്ഞാൽ ഏകദേശം ഒരു 3000 വാട്ട്സ് പാനലാണ് അവർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 11 വർഷത്തിൽ കൂടുതൽ അങ്ങോട്ടായി ആ പാനൽസ് അവിടെ ആഡ് ചെയ്തിട്ട്. പോളിക്രിസ്റ്റൈൻ പാനലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിന്റെ പഴയ ഇരുന്ന സിസ്റ്റത്തിന്റെ ആ ഒരു പാനലും ഈ പാനലും ഒക്കെ ഒരേ അതാണ്. നമ്മൾ സിസ്റ്റം മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബാറ്ററിയുടെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സ്പെക്കിനകത്ത് കൊടുത്തിട്ടുണ്ട് കമ്പനി. 5 വർഷം വാറണ്ടിയാണ് ഈ ഇൻവെർട്ടറിനും ബാറ്ററിക്കും വരുന്നത്. ഓൺ സൈറ്റ് വാറണ്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ UTLന്റെ ഇതുപോലെ ഇൻവെർട്ടറിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ ഇതൊരു വീട്ടിലേക്കൊക്കെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉപയോഗങ്ങളൊക്കെ മോട്ടറുകൾ, വെള്ളം അടിക്കാനുള്ള മോട്ടറുകൾ, മിക്സി, ഗ്രൈൻഡർ, അങ്ങനെയുള്ള ഫാന്, ഫ്രിഡ്ജ്, AC 1-2 AC ഒക്കെ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് റൺ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു 5 കിലോ വാട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിന്റെ വീഡിയോ. അപ്പോൾ ഇത് കണ്ടില്ലേ, 3 കിലോ വാട്ടാണ് ആദ്യം നമ്മൾ ചെയ്തത്. പക്ഷേ 3 കിലോ വാട്ടിനെ കൊണ്ട് ഇവിടെ ഒക്കാഞ്ഞിട്ടാണ്. ഇതിന് ബാക്ക് സീറ്റ് വരുമ്പോൾ നമുക്ക്
പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി ഓഫ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ സോളാർ പാനലിൻ്റെ പവർ ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം ബാറ്ററി ഓഫ് ചെയ്യാനായിട്ട്. അതിപ്പം നമ്മൾ എല്ലാ ഇൻവെർട്ടറിലും അങ്ങനെ തന്നെ ആയിരിക്കണം സെറ്റ് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഓഫ് ചെയ്ത് റിമൂവ് ചെയ്യുന്നതും. ബാക്കിൽ നമുക്ക് അത്യാവശ്യം കമ്പനി തന്നെ പ്രൊട്ടക്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. MCB ഉണ്ട്, പിന്നെ ബാറ്ററിയുടെ പവർ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അത് സോളാർ പാനലിൻ്റെ റിവേഴ്സ് ലൈറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വയർ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ LED നമുക്ക് ഒരു പ്രകാശിക്കുന്നതായിട്ട് കാണിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള, അതുപോലെ തന്നെ ഹെവിയാണ് കേട്ടോ. വെയിറ്റ് 50 കിലോയ്ക്ക് മുകളിലോട്ടാണ് ഈ ഒരു ഇൻവെർട്ടറിൻ്റെ വെയിറ്റ് വരുന്നത്. ഇതൊരു ട്രോളി ടൈപ്പാണ് ഈ ഒരു ഇൻവെർട്ടർ. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ബാറ്ററി ഇതിന് മുകളിൽ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഇത് മൂവ് ചെയ്യാനുള്ള ഒരു ഈസി ഉണ്ട്, കാരണം ട്രോളി ആയതുകൊണ്ട്. പിന്നെ ബൈപ്പാസ് ചെയ്യാനുള്ള സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇൻവെർട്ടറിന് കംപ്ലൈൻറ്റ് വരുന്ന സമയത്ത് ബൈപ്പാസ് ചെയ്ത് പവർ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു 5 കിലോ വാട്ടിൻ്റെ ഇൻവെർട്ടർ, അതുപോലെ 5 കിലോ വാട്ടിൻ്റെ ബാറ്ററിയും സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ. ബാറ്ററി ആയിട്ട് ബോഡി ടച്ച് ചെയ്തിട്ടില്ല, അതിനിടയിൽ UFOM ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ. അപ്പം സ്പേസ് ലാഭിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇതിനകത്ത് ഒരു ഓഫീസിൽ ഓടുന്നുണ്ട്. കാരണം കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിലും പ്രിന്ററുകൾ കാര്യങ്ങളൊക്കെ ഓടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഹെവി ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ വീഡിയോ കാണുന്നുള്ള എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.